നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ തുടങ്ങിയതാണ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കം. പരസ്യ പ്രതികരണം ഒഴിവാക്കണമെന്ന് ഹൈക്കമാൻഡിന്റെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് അന്നത് ചില അടക്കം പറച്ചിലുകളിലും അങ്ങിങ്ങായി ഉയർന്ന അഭിപ്രായ പ്രകടനങ്ങളിലും ഒതുങ്ങി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലും അതങ്ങനെ തുടർന്നു. ഒടുവിൽ വോട്ടെല്ലാം പെട്ടിയിലായി വിധി ദിനത്തിനായി കാത്തിരിക്കുന്ന ദിനങ്ങളിൽ ആ പോര് കൂടുതൽ കനത്തിരിക്കുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന് അമൽ ബി തയ്യാറാക്കിയ റിപ്പോർട്ട്. ഫലമെന്തെന്നറിയാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. വേവുവോളം കാത്താൽ പിന്നെ 6 കാത്തുകൂടെ എന്ന് അണികൾ ആവർത്തിച്ച് ചോദിച്ചിട്ടും നേതാക്കൾക്ക് മുഖ്യ ചർച്ച മുഖ്യമന്ത്രി ആരെന്നത് തന്നെ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവും വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരാണ് ഈ മത്സരത്തിൽ മുൻപന്തിയിൽ. തിരഞ്ഞെടുപ്പിന് ശേഷം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആദ്യ വെടിപൊട്ടിച്ചത് വി ഡി സതീശൻ അനുകൂലികളാണ്. പ്രവാസി ഗ്രൂപ്പുകളിലായിരുന്നു സതീശനെ അനുകൂലിച്ചുള്ള പ്രചാരണത്തിന്റെ തുടക്കം. പിന്നാലെ എത്തി KCക്കായുള്ള മുറവിളി. കെ സുധാകരൻ വകയായിരുന്നു ആദ്യത്തേത്. കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാ മന്നനായി KC വിലസണമെന്നാണ് സുധാകരന്റെ ആഗ്രഹം. കേരളത്തിന്റെ നാളത്തെ ഭരണത്തിന് ദിശാബോധം നൽകാൻ KCക്ക് കഴിയട്ടെ എന്നും സുധാകരന്റെ ആശംസ. പിന്നാലെ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ, ചിറയിൻ കീഴിലെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്, അങ്കമാലി MLA റോജി M. ജോൺ തുടങ്ങിയവരെല്ലാം KC വാരിയേഴ്സായി സോഷ്യൽ മീഡിയയിൽ കളം നിറഞ്ഞു. KC വേണുഗോപാലിനെ പ്രശംസിച്ചു പോസ്റ്റിട്ട കെ സുധാകരനെതിരെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്തെത്തി. ചില സോഷ്യൽ മീഡിയ ഫേക്ക് അക്കൗണ്ടുകളിലൂടെയാണ് ചില പേരുകൾ പ്രചരിപ്പിക്കുന്നത്. അത് ശരിയല്ല, അതിലാരും കുടുങ്ങരുത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകാം, വ്യത്യസ്ത പേരുകളുണ്ടാകാം. അതൊക്കെ തക്ക സമയത്ത് തക്ക വേദിയിൽ പറയുക. അതിനു മുൻപായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു ചർച്ചയിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല. ഇപ്പോഴത്തെ ചർച്ചകളുടെ ഭാഗമാകാനില്ലെന്നാണ് KC വേണുഗോപാലിന്റെ പ്രതികരണം. നേതാക്കന്മാരെല്ലാം വളരെ ശാന്തരായിട്ടിരിക്കുകയാണ്. അതില്ലാത്ത ഞാൻ പറഞ്ഞത് ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞത് എനിക്ക് അവരോടാണ് പറയാനുള്ളത്. ഈ കാര്യത്തിൽ പൊതുജന മധ്യത്തിൽ വലിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഇത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുന്നവരിൽ ഏറ്റവും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയാണ്. 2016 മുതൽ 2021 വരെ പ്രതിപക്ഷ നേതാവായിരുന്ന അദ്ദേഹം 2021 പാർട്ടി ജയിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സ്വാഭാവിക തെരഞ്ഞെടുപ്പാകുമായിരുന്നു. എന്നാൽ അന്ന് കോൺഗ്രസിന് അധികാരം തിരിച്ചുപിടിക്കാൻ കഴിയാതെ വന്നതോടെ ചെന്നിത്തലയ്ക്ക് ആ സ്ഥാനം ഒഴിയേണ്ടി വന്നു. എങ്കിലും മുൻ പ്രതിപക്ഷ നേതാവ് തന്നെ മുഖ്യമന്ത്രിയാവുമെന്നാണ് ചെന്നിത്തല ക്യാമ്പിന്റെ പ്രതീക്ഷ. വി ഡി സതീശനെയും KC വേണുഗോപാലിനെയും കോൺഗ്രസിൽ വളർത്തിയെടുത്തത് ചെന്നിത്തലയാണെന്നും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നു. എന്തായാലും രമേശ് ചെന്നിത്തല ഇന്ന് വൈകിട്ട് ഡൽഹിക്ക് വിമാനം കയറുന്നുണ്ട്. മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള ഈ തമ്മിലടിയിൽ അതൃപ്തിയുള്ളവരുമുണ്ട് കോൺഗ്രസ് നേതൃനിരയിൽ, പ്രത്യേകിച്ച് ചില മുതിർന്ന നേതാക്കൾ. മലർന്നു കിടന്നു തുപ്പിയാൽ സ്വന്തം മുഖത്ത് തന്നെ വീഴുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് KC ജോസഫ്. സോഷ്യൽ മീഡിയ അല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്നാണ് ബെന്നി ബെഹനാന്റെ പ്രതികരണം. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിലെ വരികൾ ഉദ്ധരിച്ചായിരുന്നു കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിമർശനം. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നത് ചിലർ. അങ്ങനെ നാണം കെട്ട് നടക്കേണ്ട ഒരു പദവിയല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം. നേതാക്കൾ തമ്മിലുള്ള പോരിൽ പക്ഷം പിടിച്ച് ചർച്ച കൊഴുപ്പിക്കുന്ന ധാരാളം അണികളുണ്ട് കോൺഗ്രസിൽ. എന്നാൽ ഈ ചർച്ചകളൊന്നും ഇപ്പോൾ നടക്കേണ്ടതല്ലെന്നും ഇതൊന്നും പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്നും വാദിക്കുന്നവരുമുണ്ട് കോൺഗ്രസ് അണികളിൽ. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.